അർദ്ധരാത്രി 12 മണി മുതൽ ഈ സമയം വരെയുള്ള കണക്ക് ഞാനൊന്ന് പരിശോധിക്കുകയായിരുന്നു. ഫ്ലൈറ്റ് ചാർട്ടുകൾ പരിശോധിക്കുകയായിരുന്നു. അതിൽ നിന്ന് ഏതാണ്ട് 25-ലേറെ സർവീസുകൾ റദ്ദാക്കി. 30-നടുത്ത് ആകും എന്നതാണ്, അല്പസമയത്തിനകം ആകും എന്നതാണ് ഞാൻ ആ ചാർട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പല വിമാനങ്ങളും സർവീസ് നടത്തുന്നത് തന്നെ ഇതിനോടകം തന്നെ 2-3 മണിക്കൂർ വൈകിയാണ് ഈ സർവീസ് കാണിക്കുന്നത്. അത് തന്നെ പുറപ്പെടുമോ എന്നുള്ള കാര്യം അറിയില്ല. ഇന്നലെയൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും വിമാനത്താവളത്തിൽ എത്തി. 4 മണിക്ക് തിരുവനന്തപുരത്തേക്ക് ഉണ്ടായിരുന്ന ഇൻഡിഗോ വിമാനം പുറപ്പെട്ടത് അർദ്ധരാത്രി 12 മണിക്ക് ശേഷം മാത്രമാണ്. അങ്ങനെ മണിക്കൂറുകളോളം കുടുങ്ങിയ അവസ്ഥയുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ ആദ്യം 1 മണിക്കൂർ വൈകുമെന്ന് പറയുന്നു, പിന്നീട് അത് 2 മണിക്കൂർ വൈകുമെന്ന്, വീണ്ടും അരമണിക്കൂർ, അങ്ങനെ സമയം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി ഏതാണ്ട് 9 മണിക്കൂർ 10 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് അത് സർവീസ് നടത്തുന്നത്. ചിലത് അങ്ങനെ വൈകിയതിന് ശേഷം പിന്നീട് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുവരെ മുംബൈയിൽ നിന്നുള്ള വിമാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇൻഡിഗോയുടെ 25-ലേറെ വിമാനങ്ങൾ റദ്ദായിട്ടുണ്ട്. ദില്ലിയിലേക്കുള്ള 2 വിമാനങ്ങളുണ്ട്. ലക്നൗ, ഗുവാഹത്തി, അങ്ങനെ വിവിധ ഇടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് ചില വിമാന കമ്പനികളുടെയും വിമാനങ്ങൾ വൈകുന്നുണ്ട്. പക്ഷേ അത് ഈ തരത്തിൽ ഗൗരവമുള്ള ഒരു വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി മാറിയിട്ടില്ല. ഇന്നലെയൊക്കെ മുംബൈ വിമാനത്താവളത്തിൽ വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. മെനഞ്ഞാന്ന് കുവൈത്തിൽ നിന്നെത്തിയ ചില മലയാളികൾ ഇന്നലെ രാത്രിയായിട്ട് പോലും അവർക്ക് കേരളത്തിലേക്ക് മടങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ടിയത് നമ്മൾ നേരിട്ട് അറിഞ്ഞതാണ്. ഗോവയിലെ ഒരു കുടുംബം, അതിൽ വിവാഹത്തിന് പോകുന്ന ഒരു കുടുംബമായിരുന്നു. അതിൽ വരനടക്കമുള്ളവർ ഉണ്ടായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട വിമാനത്തിൽ വൈകിയ ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരോടൊപ്പമുള്ള ഒരു കുടുംബത്തെക്കുറിച്ച് അവർ പറയുകയുണ്ടായി. വരന് ഇന്നിപ്പോൾ വിവാഹമാണ്, പക്ഷേ എത്താൻ കഴിയുന്നില്ല. ഗോവയിലേക്കുള്ള വിമാനം അത് വൈകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബമൊക്കെ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ, ആ ഒരു പ്രതിസന്ധി. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് പോകുന്ന ആളുകളാണ്. പല ജോലിക്ക് വേണ്ടി പോകുന്നവർ, ഇന്റർവ്യൂവിന് പോകുന്നവർ, ചികിത്സാ ആവശ്യത്തിന് പോകുന്നവർ, അങ്ങനെ പ്രധാനപ്പെട്ട ജീവിതത്തിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളുകളാണ് വിമാനത്താവളത്തിൽ ഇങ്ങനെ പ്രതിസന്ധിയിൽ കുടുങ്ങിപ്പോകുന്നത്. മാത്രമല്ല, വിമാന കമ്പനിക്ക് തൽക്കാലം എന്തെങ്കിലും ഒരു സൗകര്യം യാത്രക്കാർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നതും ദുഃഖകരമാണ്. ഇത്ര അധികം സമയം വിമാനത്താവളത്തിൽ തുടരേണ്ടി വരുമ്പോൾ അവർക്ക് ആഹാരം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് വാങ്ങിക്കാമെന്നൊക്കെ തോന്നാം, പക്ഷേ വാങ്ങിക്കാൻ പോയാൽ അറിയാം അതിൻ്റെയൊക്കെ ഒരു വില നിലവാരമൊക്കെ എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് വലിയ പ്രതിസന്ധി മുംബൈ വിമാനത്താവളത്തിൽ രാജ്യത്തെങ്ങും ഉള്ളതുപോലെ തന്നെ ഇന്നലെയും ഉണ്ടായി. അത് ഇന്നും തുടരുന്നു എന്നതാണ് രാവിലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഹാഷ്മി.